നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ എംഎൽഎയുമായ പി എ മാധവന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും. മാധവനുമായി ദീർഘകാലമായി ഉണ്ടായിരുന്ന സൌഹൃദവും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അനുസ്മരിച്ചു. പെങ്ങാമുക്ക് പീടികേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവത്തിൽ 9 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വൺവേ സംവിധാനം ലംഘിച്ച വാഹനങ്ങൾ. കുന്നംകുളത്തെ പ്രധാന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മിഠായി നൽകി 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചുക്കു ബസാർ സ്വദേശി പുഴങ്ങരയിലത്തെ വീട്ടിൽ ഇസ്മയിലാണ് അറസ്റ്റിലായത്. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വെളിയങ്കോട് 10 മുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതത്തിന് കാരണം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ എംഎൽഎയുമായ പി എ മാധവന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും. ഡിസിസി മുൻ അധ്യക്ഷനും 2011-16 കാലയളവിൽ മണലൂർ എംഎൽഎയുമായ പി എ മാധവന്റെ മുണ്ടൂരിലെ വസതിയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. മാധവനുമായി ദീർഘകാലമായി ഉണ്ടായിരുന്ന സൗഹൃദവും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അനുസ്മരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ദീർഘകാലമായി ചികിത്സയിൽ തുടർന്നുവരുന്നതിനിടെ ജൂൺ 30 രാത്രിയാണ് മാധവൻ മരണത്തിന് കീഴടങ്ങിയത്. ശനി ഞായർ ദിവസങ്ങളിലായാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് എന്നിവർ സന്ദർശനം നടത്തിയത്. മാധവന്റെ ഭാര്യ സാവിത്രി, മക്കളായ സമീർ, സമോദ്, മറ്റു ബന്ധുക്കൾ എന്നിവരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആശ്വസിപ്പിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കെപിസിസി ജനറൽ സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഒ അബ്ദുറഹ്മാൻകുട്ടി, കെപിസിസി സെക്രട്ടറി സി ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ മുഹമ്മദ് ഹാഷിം തുടങ്ങിയ നേതാക്കളും ജനപ്രതിനിധികളും പ്രാദേശിക പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സന്ദർശനവേളയിൽ ഒപ്പമുണ്ടായിരുന്നു. പെങ്ങാമുക്ക് പീടികേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിനിടെയുണ്ടായ അക്രമ സംഭവത്തിൽ 9 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. എഴുന്നള്ളിപ്പിനിടയിലേക്ക് ബൈക്കുമായി എത്തിയ മഹേശ്വർ എന്നയാളെ ചോദ്യം ചെയ്തതിലുണ്ടായ വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇയാൾ കമ്മിറ്റിക്കാരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കൂട്ടാളികളുമായി ചേർന്ന് മുളവടികളും ഇരുമ്പു പൈപ്പുകളും ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. മഹേശ്വർ, അതിൻ കൃഷ്ണൻ, സുരേഷ്, എവിൻ വിൽസൺ, അഖിൽ, നിഖിൽ, രാഹുൽ, വിനീഷ്, ധനലക്ഷ്മി എന്നിവരാണ് കേസിലെ പ്രതികൾ. അക്രമത്തിൽ പരാതിക്കാരനായ ഷിജിൻ, സുനീഷ്, സുജിത് എന്നിവർക്ക് പരിക്കേറ്റു. 2ാം പ്രതി അതിൻ കൃഷ്ണൻ ഷിജിന്റെ നെറ്റിയിൽ വടികൊണ്ട് അടിക്കുകയും 3ാം പ്രതി സുരേഷ് വടികൊണ്ടടിച്ചപ്പോൾ സുനീഷിന്റെ ഇടത് കണ്ണിന് മുകളിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇരുമ്പു പൈപ്പ് ഉപയോഗിച്ച് സുജിത്തിനെ ആക്രമിക്കാൻ 4ാം പ്രതി എവിൻ വിൽസൺ ശ്രമിച്ചെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ അടി സുജിത്തിന്റെ കഴുത്തിൽ കൊള്ളുകയായിരുന്നു. 5 മുതൽ 8 വരെയുള്ള പ്രതികൾ വടികൾ ഉപയോഗിച്ച് ഷിജിന്റെ തോളിലടിക്കുകയും കമ്മിറ്റിക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 9ാം പ്രതിയായ ധനലക്ഷ്മി പ്രതികളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്തുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വൺവേ സംവിധാനം ലംഘിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് കുന്നംകുളത്തെ 4 കൂടിയ പ്രധാന ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു.
തൃശൂർ പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിൽ എത്തിയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. വൺ വേ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒനീറോ ജംഗ്ഷനിൽ നിന്ന് നിയമം ലംഘിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ കടന്നുവന്നതും പ്രശ്നം കൂടുതൽ വഷളാക്കി. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെയുള്ളവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ജംഗ്ഷനിൽ വൺ വേ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. മിഠായി നൽകി 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച സംഭവത്തിൽ ചുക്കു ബസാർ സ്വദേശിയായ പുഴങ്ങരയില്ലത്ത് വീട്ടിൽ ഇസ്മയിലിനെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനശ്രമം കുട്ടി മാതാപിതാക്കളോട് അറിയിച്ചതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ പാവർട്ടി പോലീസ് പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പാവർട്ടി SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. വെളിയംകോട് 10 മുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. പരിക്കേറ്റ വെളിയംകോട് സ്വദേശികളായ അൻഷിഫ്, ഫാറൂഖ് എന്നിവരെ പുത്തൻപള്ളി KMM ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം റോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കടവല്ലൂർ, കടങ്ങോട് എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിക്കുകയും കരാർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതം നീളാൻ കാരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം റോഡിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളും നിർമ്മാണ ജോലികളും ആരംഭിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു. പിന്നീട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ അധികൃതരോ കരാറുകാരോ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ കുഴികൾ രൂപപ്പെട്ട് കാൽനടയാത്ര പോലും അസാധ്യമായ വിധത്തിലാണ് റോഡ് ഇപ്പോൾ കിടക്കുന്നത്. തകർന്നുകിടക്കുന്ന റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിട്ടും യാതൊരു ഫലവുമുണ്ടായില്ല. നിലവിൽ കാലവർഷം കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം കടുത്ത പ്രയാസത്തിലായിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ നിത്യേന അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ തോടുകളും പാടശേഖരങ്ങളും നിറഞ്ഞു കവിഞ്ഞു. മഴക്കാലം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പ്രദേശത്ത് ഇത്രയും ശക്തമായ മഴ ലഭിക്കുന്നത്. മഴയെ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ തോടുകളിലും പാടശേഖരങ്ങളിലുമായി ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. മുക്കൂട്ട, കല്ലുംപുറം പാടശേഖരങ്ങളിലൂടെ ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെട്ടത്. മഴവെള്ളം കുത്തിയൊലിച്ചതോടെ പാടശേഖരങ്ങൾ മഴക്കാലത്തിന്റെ സജീവ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പുന്നീർകുളത്തിന്റെ ഇഷ്ടകഥാകാരിയുടെ നാമധേയത്തിൽ നിർമ്മിച്ച കമല സുരയ്യ സാംസ്കാരിക സമുച്ചയ പരിസരം ചീഞ്ഞു നാറുന്നു. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. കേരള സാഹിത്യ അക്കാദമി കമലാസുരയ്യ സമുച്ചയത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലും കയറി ചെല്ലുന്ന വഴിയിലുമാണ് ചെളിവെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. ഇതുമൂലം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്നാണ് വെള്ളത്തോടൊപ്പം ചെളിയും കെട്ടിനിൽക്കുന്നത്. ഇഷ്ടകലാകാരിയുടെ സർപ്പക്കാവിലും വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. 8 വർഷത്തോളമായി ഓരോ മഴക്കാലത്തിന്റെയും അവസ്ഥ ഇതാണ്. ചെറിയ മഴ ഉണ്ടായാൽ പോലും വഴിയിൽ വെള്ളം കെട്ടിനിൽക്കും. വെള്ളത്തിന്റെ നീരൊഴുക്കില്ലാത്തതിനാൽ ഇവിടെ ദിവസങ്ങളോളം കെട്ടിക്കിടന്ന് പിന്നീട് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വഴുക്കി വീഴുന്ന അവസ്ഥയുമുണ്ട്. നിരവധി തവണ സാഹിത്യ അക്കാദമി അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല. നിലവിൽ സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടില്ല. ഇതുമൂലം ആരോട് പരാതി പറയും എന്ന് അറിയാത്ത അവസ്ഥയിലാണ് സാഹിത്യപ്രേമികൾ. ഇവിടെ വെച്ചിട്ടുള്ള പരാതി പുസ്തകത്തിൽ എഴുതിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലെന്നാണ് ഇവിടെ എത്തുന്ന ആളുകൾ പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹമായതിനെ തുടർന്ന് 3 ദിവസത്തെ ശീവേലിയും പൂജകളും ആവർത്തിച്ചു.
ക്ഷേത്രത്തിൽ ഇതര മതസ്ഥൻ പ്രവേശിച്ചതിനെ തുടർന്നാണ് പുണ്യാഹം വേണ്ടിവന്നത്. പുണ്യാഹ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 4 മണി മുതൽ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ചോറൂണിന്റെ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് അന്യമതസ്ഥൻ ക്ഷേത്രത്തിനുള്ളിൽ കടന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാളുടെ കഴുത്തിൽ അന്യമതസ്ഥരുടെ ആരാധനാ ചിഹ്നം കണ്ടതോടെയാണ് സംഭവം തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് 3 ദിവസത്തെ ശീവേലിയും പൂജകളും ആവർത്തിക്കുകയും 3 ദിവസത്തെ ശീവേലിയുടെ 30 പ്രദക്ഷിണം ആവർത്തിക്കുകയും ചെയ്തു. രാവിലെ 10:30 ശുദ്ധിക്രിയകളും ചടങ്ങുകളും പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു. ശക്തമായ മഴയിൽ തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെങ്കിലും മഴ കനത്താൽ ഗതാഗതം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പഴനിയിൽ നിന്ന് ചങ്ങരംകുളത്തിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. മുൻപ് മഴ ശക്തമാകുന്ന ഓഗസ്റ്റ് മാസത്തിലാണ് പാലത്തിൽ വെള്ളം കയറാറുള്ളത്. എന്നാൽ ഇത്തവണ ജൂലൈ ആദ്യത്തിൽ തന്നെ പാലത്തിൽ വെള്ളം കയറി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടത്താറുള്ള ചിങ്ങ മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ജയപ്രകാശ് ഗുരുവായൂർ, KK വേലായുധൻ, K അരവിന്ദാക്ഷൻ മേനോൻ, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. 501 പേർ അടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഓഗസ്റ്റ് 17-നാണ് ചിങ്ങ മഹോത്സവം. 201 മേള കലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽത്തറ മേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തജന ഘോഷയാത്ര, ഗുരുവായൂർ ക്ഷേത്രനടയിൽ 501 ഐശ്വര്യ വിളക്ക് സമർപ്പണം, സമുദായ സമന്വയ ജ്യോതി തെളിയിക്കൽ തുടങ്ങിയ പരിപാടികളാണ് ചിങ്ങ മഹോത്സവത്തിൽ നടക്കുക. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മണലൂർ മുൻ MLA-യുമായിരുന്ന PM മാധവന്റെ നിര്യാണത്തിൽ UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. പാവറട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ AICC സെക്രട്ടറി TN പ്രതാപൻ അധ്യക്ഷനായി. 2011-16 കാലഘട്ടത്തിൽ മണലൂർ MLA ആയിരുന്ന മാധവേട്ടന്റെ വികസന പ്രവർത്തനങ്ങളാണ് മണലൂരിന്റെ മുഖച്ഛായ മാറ്റിയതെന്നും മാധവേട്ടന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപോലെ എത്തിയിരുന്നുവെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു. 13-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും കോൺഗ്രസിന്റെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വം വഹിക്കുകയും ആരുടെയും പിൻബലമില്ലാതെ രാഷ്ട്രീയത്തിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന നേതാവ് കൂടിയാണ് മാധവേട്ടനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CC ശ്രീകുമാർ, PG സുബിദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PS ജയൻ, NJ ലിയോ, സാംസൺ ചിരിയങ്കണ്ടത്ത്, MM ഉമർ, ബെന്നി തലക്കോട്ടുകര, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻഡോലി ജോ, ഗ്രേസി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. UDF നേതാക്കളായ KB ജയറാം, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സിജു പാവറട്ടി, ജിയോ ഫോക്സ്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, പ്രസാദ് വാഗ എന്നിവർ നേതൃത്വം നൽകി. അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ 2026 ഗാർഗി പുരസ്കാരം ലഭിച്ച കേച്ചേരി തൂവാനൂർ സ്വദേശിയായ ഇന്ദിരാകൃഷ്ണനെ ജന്മനാട് ആദരിച്ചു. തൂവാനൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാകൃഷ്ണനെ പൊന്നാടയണിയിച്ച ശേഷം MLA ഉപഹാരം കൈമാറി. കേച്ചേരി ഗ്രാമീണ വായനശാല ഭാരവാഹികളും ഇന്ദിരാകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, കേച്ചേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി അനീസ്, മുൻ പഞ്ചായത്ത് അംഗം MA സുബൈർ, സരസ്വതി എന്നിവർ സംസാരിച്ചു. ഇന്ദിരാകൃഷ്ണന്റെ ഒഴുക്കിനെതിരെ എന്ന നോവലിനാണ് അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ ഗാർഗി പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. സ്വകാര്യ ബസ് മേഖലയെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, തൊഴിലാളികളെയും തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾ തിരുത്തണമെന്ന് പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ടേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടിയിൽ വെച്ച് നടന്ന വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി KP സണ്ണി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KM മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി UV ഗിരീഷ്, CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, KBTA തൃശൂർ ജില്ലാ സെക്രട്ടറി VV മുജീബ്, NS സോക്രട്ടീസ് എന്നിവർ സംസാരിച്ചു.
പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 16ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കുള്ള സൌജന്യ കർക്കിടക കഞ്ഞിക്കിറ്റ് വിതരണവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. മണ്ണമ്പാറ സമന്വയ ഹാളിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചംകുളം അധ്യക്ഷനായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സനിൽ കുന്നത്തുള്ളി, പഞ്ചായത്ത് അംഗം പ്രസാദ് വാഗ, വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ PS സുഷീർ, VP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് കൊൽക്കത്തയിലെ ഖരഗ്പൂർ IITയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വട്ടംപറമ്പിൽ പ്രകാശിന്റെയും ബിന്ദുവിന്റെയും മകനായ കിരൺ പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര സമർപ്പണവും നടത്തി. കേരള കർഷക സംഘം കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി തൈ വിതരണം നടത്തി. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം DYFI മുൻ ജില്ലാ സെക്രട്ടറിയും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ PB അനൂപ് നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ MP സജീബ് അധ്യക്ഷനായി. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, കർഷക സംഘം മേഖലാ സെക്രട്ടറി VK ദാസൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PM സുധീർ, UM ഗോപകുമാർ, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമീത സജീവൻ, കർഷക സംഘം മേഖലാ ഭാരവാഹി VV സത്യൻ, DYFI കണ്ടാണിശ്ശേരി മേഖലാ സെക്രട്ടറി VA അരുൺ, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ ജൂലൈ 11, 12 തീയതികളിൽ ആഘോഷിക്കുന്ന സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ തിരുമേനിയുടെ 117ാം ഓർമ്മ പെരുന്നാൾ, ബസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാൾ എന്നിവയ്ക്കും ജൂലൈ 14, 15 തീയതികളിൽ ആഘോഷിക്കുന്ന കുര്യാക്കോസ് സഹതയുടെയും അമ്മ മോർത്ത യൂലിത്തിയുടെയും ഓർമ്മ പെരുന്നാളിനും കൊടിയേറി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി NT പ്രവീൺ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ CITU കുന്നംകുളം നഗരസഭ മേഖലാ സമ്മേളനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷീബ ബിജു അധ്യക്ഷത വഹിച്ചു. CITU കുന്നംകുളം കോർഡിനേഷൻ കൺവീനറും അർബൻ ബാങ്ക് പ്രസിഡന്റുമായ KA അസീസ് സംസാരിച്ചു. മേഖലാ സെക്രട്ടറി പ്രീജ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് AA ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രീതാദാസൻ പ്രസിഡന്റ്, ധന്യബാബു സെക്രട്ടറി, ശുഭ ബിനു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഷീബ ബിജു, ബിഷ സുരേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പ്രീജ വിനോദ്, സീന ബിനോയ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. നാട്ടുകാർക്കും യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിൽ പുതിയഞ്ചേരിയിൽ ദേശാഭിമാനി ക്ലബ്ബും ഫുട്ബോൾ ഫാൻസും ചേർന്ന് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം ജനപങ്കാളിത്തത്തോടെ നിർവഹിച്ചു. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ ഭാഗത്ത് യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. ചടങ്ങിൽ കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, CPIM ലോക്കൽ കമ്മിറ്റി അംഗം സുധി, ക്ലബ്ബ് സെക്രട്ടറി സുഹാസ് എന്നിവർ മുഖ്യാതിഥികളായി. KV വിജയൻ, KT കുഞ്ഞുമോൻ, ഫസ്ലുർ റഹ്മാൻ, അജീഷ് KB, ബ്രസീൽ, അർജന്റീന ഫാൻസ് അംഗങ്ങളും ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചാവക്കാട് നഗരസഭ 21ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K നവാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വാർഡ് പ്രസിഡന്റ് സന്ധ്യ സന്തോഷ് സ്വാഗതം പറഞ്ഞു. ചാവക്കാട് പോലീസ് SHO NS രാജീവ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി KD വീരമണി, KK മധുസൂദനൻ, മുസ്താഖ് അലി, KK ഹിറോഷ്, അനിത ശിവൻ, CV സുരേന്ദ്രൻ, KS സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി ചാവക്കാട് താലൂക്ക് ചാപ്റ്ററും എടക്കഴിയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര മ്യൂസിക് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. സംഗീതം ലഹരിയാക്കൂ എന്ന പ്രമേയത്തിലാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. വടക്കേ പുന്നയൂർ സെന്ന ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ യാത്ര പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഫ്ളാഗ് ഓഫ് ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ കരോക്കെ ഗാനമേളയുടെ അകമ്പടിയോടെയാണ് ആരംഭിച്ചത്. കുരഞ്ഞിയൂർ എടക്കര പഞ്ചായത്ത് ഓഫീസ്, തെക്കേ മദ്രസ അയ്യപ്പൻകാവ്, മന്നലാംകുന്ന് ബീച്ച്, D-സോൺ നാലാങ്കല്ല് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി പഞ്ചവടി ബീച്ചിൽ സമാപിക്കും. പുന്നയൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനാഷ് മച്ചിലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ദിൽക്കി ആവാസ് സെക്രട്ടറിയും ജാഥ വൈസ് ക്യാപ്റ്റനുമായ RV ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വയലത്തൂർ AM LP സ്കൂൾ റിട്ടയേർഡ് പ്രധാനാധ്യാപകനായിരുന്ന MK സലിംകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി.
ദിൽക്കി ആവാസ് രക്ഷാധികാരി മജീദ് കഴവന്തോട്, മാപ്പിളകലാ അക്കാദമി ജില്ലാ സെക്രട്ടറി സലീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേളയും ഉണ്ടായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംഘാടക സമിതി വൈസ് പ്രസിഡന്റ് അഷ്റഫ് വാര്യങ്ങാട്, ട്രഷറർ ബഷീർ മാരാത്ത് തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും സാമൂഹ്യ പൊതുപ്രവർത്തകരും സംഘാടക സമിതി പ്രവർത്തകരും സന്ദേശങ്ങൾ നൽകും. സമാപന പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് എം ഷഹർബാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആളൂർ യുവജന സമാജം വായനശാലയിൽ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ വായനാനുഭവവും നോവൽ പരിചയവും സംഘടിപ്പിച്ചു. പേരാമംഗലം ദുർഗാവിലാസം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി വടക്കുംപാട്ട് ആനന്ദ് നാരായണൻ വായനാനുഭവവും നോവൽ പരിചയവും നടത്തി. വായനശാല സെക്രട്ടറി എ വി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. അപ്പു ആളൂർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. സത്യപാലൻ മാസ്റ്റർ, രമേശ് പാമ്പും പടിക്കൽ എന്നിവർ സംസാരിച്ചു. സോമൻ മാനഴി, ബഷീർ അനുസ്മരണം നടത്തി. നമിത, കൃഷ്ണചന്ദ്രൻ എന്നിവർ വായനാനുഭവം പങ്കുവച്ചു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചൂരൽമല ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട് സർക്കാർ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ച ശശീന്ദ്രനാണ് സംഘടന വീട് വെച്ച് നൽകിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന താക്കോൽദാനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് കണ്ണശ, ജനറൽ സെക്രട്ടറി മുജീബ് പുളയ്ക്കൽ, പി കെ മുഹമ്മദ് ഹാജി, വി വേണുഗോപാൽ നായർ, ആദർശ് വർമ്മ, സൂസമ്മ മാമച്ചൻ, ഡോക്ടർ എസ് വിക്രമൻ, അബ്ദുൽ ഗനി തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കിഴൂർ സൌത്ത് രശ്മി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വൈശ്ശേരി വെസ്റ്റ് ഗേറ്റ് ഹാളിൽ നടന്ന പരിപാടി SC/ST സംസ്ഥാന കമ്മീഷൻ അംഗവും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗവുമായ TK വാസു ഉദ്ഘാടനം ചെയ്തു. രശ്മി ലൈബ്രറി വൈസ് പ്രസിഡന്റ് MP പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ സമകാലീന വായന എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സെക്രട്ടറി MK സോമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ബാബു ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ലൈബ്രറി സെക്രട്ടറി AK പ്രേംലാൽ സ്വാഗതവും അശ്വന നന്ദിയും പറഞ്ഞു. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മന്നലാംകുന്ന് കരുണാഭവനിൽ നടന്ന പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. കെ കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ, ഭാരവാഹികളായ നവാസ് കിഴക്കൂട്ട്, ഷഹീർ പടിഞ്ഞാറയിൽ, പുന്നയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രജോഷ് പ്രതാപൻ, ഫൗണ്ടേഷൻ GCC ചെയർമാൻ KH നൌഷാദ്, രക്ഷാധികാരി ഫക്രുദ്ദീൻ പടിഞ്ഞാറയിൽ, GCC വൈസ് ചെയർമാൻ ബിത്തേഷ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സുൽത്താൻ മന്നലാംകുന്ന് സ്വാഗതവും ഷംറൂദ് പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ഇടവക വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര വിഷയാവതരണം നടത്തി. സർക്കാർ നഴ്സുമാർക്കുള്ള മിനിമം വേതനം അടിയന്തരമായി പ്രഖ്യാപിച്ച് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സഭയ്ക്കെതിരെ നിഗൂഢ ശക്തികൾ ആസൂത്രണം ചെയ്യുന്ന പ്രചാരണങ്ങളെയും സമരങ്ങളെയും ശക്തമായി നേരിടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണത്തിനും തുടക്കമിട്ടു. പ്രതിനിധി യോഗം സെക്രട്ടറി ജിഷോ എത് പുത്തൂർ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ഏകോപന സമിതി സെക്രട്ടറി PI ലാസർ, ക്ലേലിയ മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ CA ജോഷി, ജോഷിമോൻ നീലങ്കാവിൽ, ജോസഫ് ജോർജ്, ജോയ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് തോം പള്ളിയിൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പാസ്റ്ററൽ കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. ഇടവക വിശ്വാസികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
മറ്റം ഫൊറോനയിലെ ഇടവകകളിലെ എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റുമാരുടെയും ഏകോപന സമിതി, കുടുംബ കൂട്ടായ്മ, കേന്ദ്രസമിതി എന്നിവരുടെയും സംയുക്ത യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന മധ്യകേരളത്തിന്റെ അഭിമാനമായ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ UNAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനാവശ്യ സമരത്തിനെതിരെയും യോഗം പ്രതിഷേധിച്ചു. പാവപ്പെട്ടവരുടെ ആശ്രയമായ മിഷൻ ആശുപത്രികൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് ഭാരവാഹികളുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷത വഹിച്ചു. ജോമി ജോൺസൺ, VK ജോർജ്, ഫാദർ ജേസൺ മാറോക്കി, ജോസ് പോന്നൂർ എന്നിവർ സംസാരിച്ചു. മരുത്തംകോട് മേരിമാതാ പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിനിധി യോഗം, കുടുംബ കൂട്ടായ്മകൾ, ഏകോപന സമിതി, വിശ്വാസ പരിശീലന യൂണിറ്റ്, വിവിധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു. ഫാദർ ജോസ് എടാട്ടുകാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടവക ട്രസ്റ്റി ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി യോഗം സെക്രട്ടറി MP സിജോ, ട്രസ്റ്റി തോമസ് ചക്രമാക്കിൽ, ജോസ് CV, രജി മണ്ടുമ്പാൽ, സിസ്റ്റർ സുതാര്യ, സിജോ MJ, ജാർലി റോബർട്ട്, ബേബി മേക്കാട്ടുകുളം എന്നിവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി യോഗം സെക്രട്ടറി വർഗീസ് കൈതാരത്ത്, ട്രസ്റ്റിമാരായ സൈമൺ വടക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ എന്നിവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മ അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും ഇടവക വിശ്വാസികളും യോഗത്തിൽ പങ്കെടുത്തു. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സ് സമരത്തിന്റെ മറവിൽ ജനകീയ ആശുപത്രികൾ അടച്ചുപൂട്ടാനും അതുവഴി ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് ചിറ്റാട്ടുകര ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് അഭിപ്രായപ്പെട്ടു. ഇടവകയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ TV ആൻഡോ, AC ജെയിംസ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. മറ്റം ഇടവകയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ റാലി മറ്റം സെന്ററിലെത്തി സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ സദസ്സിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറും അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ഡെയ്സൺ പാണങ്ങാടൻ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപത ആസ്ഥാനത്തെ ഉപരോധിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ UNA നടത്തിയ സമരപരിപാടികൾ ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് അധ്യക്ഷനായി. മറ്റം ഇടവക പള്ളി ട്രസ്റ്റി CK ജോയ്, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ CO ജെയ്സൺ, ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് CL ആന്റണി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് EF സണ്ണി, KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, അനൽ ആൻഡു എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൽ കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ, ഭക്തസംഘടനാ ഭാരവാഹികൾ, പ്രതിനിധിയോഗം അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. KCYM ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. KPCC ഗാന്ധി ദർശൻ സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ജനക്ഷേമ ബജറ്റ് വികസനവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിശദീകരണ സംവാദവേദി സംഘടിപ്പിച്ചു. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ ബജറ്റിന്റെ ജനക്ഷേമകരമായ വശങ്ങളെക്കുറിച്ചും നാടിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തി. പാലിയത്ത് രാമകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം PK അബൂബക്കർ ഹാജിക്ക് സമ്മാനിച്ചു. ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി CV അച്യുതൻ, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, KV ഷാനവാസ്, KPA റഷീദ്, മോഹൻദാസ് ചേലനാട് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി ദേശാഭിമാനി വായനശാലയും ദുബായ് കുഞ്ചേരി സഖാക്കളും സംയുക്തമായി നഗരസഭ 4-ാം വാർഡിലെ SSLC+2 വിജയികളെ അനുമോദിച്ചു. NK അക്ബർ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. KR ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ MR രാധാകൃഷ്ണൻ, TM ദിലീപ്, PD ജയരാജൻ, MR ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. MG കിരൺ സ്വാഗതവും RV അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന വളർത്തുനായ ഉപ്പുങ്ങലിൽ കണ്ടെത്തി. വെള്ള നിറമുള്ള പോമറേനിയൻ ഇനത്തിലുള്ള 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന നായയെയാണ് ശനിയാഴ്ച രാത്രി മുതൽ പ്രദേശത്ത് കണ്ടത്. വഴിയാത്രക്കാരോടും തെരുവ് നായ്ക്കളോടും ശൗര്യം കാട്ടിയതോടെ പ്രദേശവാസികൾ റോഡരികിൽ കെട്ടിയിട്ടു. പിന്നീട് രാത്രി ഏതെങ്കിലും വീട്ടിലെ കൂട്ടിലേക്ക് മാറ്റും. ആരെങ്കിലും ഉപേക്ഷിച്ചതോ വഴിതെറ്റി വന്നതോ ആകാനാണ് സാധ്യത. നായയെക്കുറിച്ചുള്ള വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നെങ്കിലും ആരും എത്തിയിട്ടില്ല. നായയെ തേടി ഉടമ എത്തിയില്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം താൽപ്പര്യമുള്ളവർക്ക് വളർത്താൻ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 99 46 11 78 90 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ ആയുർവേദ ക്യാമ്പുകൾക്ക് ജൂലൈ 7-ന് തുടക്കമാകും. 4 മേഖലകൾ തിരിച്ചാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. മേഖലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധരായ ഹോമിയോ ആയുർവേദ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും. തുടർന്ന് സൗജന്യമായ മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കാട്ടുകാമ്പാൽ YMCAയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിക്കും. മറ്റ് ക്യാമ്പുകൾ ജൂലൈ 11-ന് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലും 14-ന് പെങ്ങാമുക്ക് ഗ്രാമീണ വായനശാലയിലും ജൂലൈ 21-ന് പട്ടിത്തടം സ്വാഗത് ഓഡിറ്റോറിയത്തിലും നടത്തുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷപ്ന ലാൽ എന്നിവർ പറഞ്ഞു. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി ബോധവൽക്കരണവും ജീവിതശൈലീ രോഗ സ്ക്രീനിംഗും ഇതോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എന്റെ ഓണപ്പൂക്കളം എന്റെ പൂക്കള പദ്ധതിക്ക് തുടക്കമായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗവും മാധ്യമപ്രവർത്തകനുമായ AC ഗീവർ ചാലിശ്ശേരി സൗജന്യ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷത വഹിച്ചു. KMPU പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി, വായനശാല പ്രസിഡന്റ് ബാബു P ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു, ലൈബ്രറിയൻ ചെറി, പ്രോഗ്രാം കോർഡിനേറ്റർ CK സന്ദീപ് എന്നിവർ സംസാരിച്ചു. ബാലവേദി പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കെ കരുണാകരൻ സ്റ്റഡീസ് സെന്റർ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 108ാം ജന്മദിന അനുസ്മരണം നടത്തി. പടിഞ്ഞാറേ നടയിൽ നടന്ന അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡീസ് സെന്റർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KB വിജു അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ KV ഷാനവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CV സുരേന്ദ്രൻ മരക്കാർ, ശശി വാറനാട്ട്, മോഹൻദാസ് ചേലനാട്, ബാലൻ വാറനാട്ട്, OR പ്രതീഷ്, സ്റ്റീഫൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ കോഞ്ഞാങ്ങത്ത് വീട്ടിൽ ലീല നിര്യാതയായി. 86 വയസ്സായിരുന്നു. KSEB കുന്നംകുളം റിട്ടയേർഡ് ജീവനക്കാരിയാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. സുബ്രഹ്മണ്യൻ ഭർത്താവാണ്. കുന്നംകുളം കുന്നത്തങ്ങാടി പുലിക്കോട്ടിൽ ചാക്കോ ഭാര്യ ഗീത നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ സെന്റ് മേരി സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഗ്ലിൻഡ, ലിൻഡ എന്നിവർ മക്കളാണ്. വെള്ളറക്കാട് മനപ്പടി പരേതനായ ചാലിശ്ശേരി ഔസേപ്പ് ഭാര്യ മേരി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ഫ്രാൻസിസ്, ഫ്ലോറൻസ്, പ്രിൻസ്, ബെൻസി എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ കരിയാമ്പറ കൂത്തൂർ ജോണി നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30-ന് പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സിയാണ് ഭാര്യ. ബിജേഷ്, അജേഷ് എന്നിവർ മക്കളാണ്. പോർക്കുളം ചാണയിൽ ഗോപാലൻ ഭാര്യ സരോജിനി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ലളിത, മാലതി, സുരേന്ദ്രൻ, ഗോകുൽദാസ്, ജയൻ, ഷീജ എന്നിവർ മക്കളാണ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്ന പ്രശസ്ത നോവലിസ്റ്റ് കൊള്ളന്നൂർ പരേതനായ KM മാത്യുവിന്റെ ഭാര്യ ലീല മാത്യു നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഭൗതിക ശരീരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മാർ ഗ്രിഗോറിയോസ് റോഡിലെ സ്വവസതിയിൽ കൊണ്ടുവരും. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. സലിൽ മാത്യു, ഡോക്ടർ സുനിൽ മാത്യു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLAയുമായ PA മാധവന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും. മാധവനുമായി ദീർഘകാലമുണ്ടായിരുന്ന സൗഹൃദവും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അനുസ്മരിച്ചു. പെങ്ങാമുക്ക് പീടികേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവത്തിൽ 9 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വൺവേ സംവിധാനം ലംഘിച്ച വാഹനങ്ങൾ. കുന്നംകുളത്തെ പ്രധാന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മിഠായി നൽകി 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചുക്കു ബസാർ സ്വദേശി പുഴങ്ങരയിലത്തെ വീട്ടിൽ ഇസ്മയിലാണ് അറസ്റ്റിലായത്. പാലപ്പെട്ടിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വെളിയങ്കോട് 10 മുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്.
തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതത്തിന് കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.